ഓഹരി വിപണിയിൽ നിന്നും ഒറ്റയടിക്ക് വലിയൊരു ആദായം നേടാനുള്ള മോഹവുമായി ഒരു വിഭാഗം റീറ്റെയിൽ നിക്ഷേപകരാകട്ടെ ഏറെ റിസ്ക് ഘടകങ്ങൾ മറിഞ്ഞിരിക്കുന്നു. വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം പ്രകടമാക്കുന്ന പെന്നി സ്റ്റോക്കുകളിലും സ്മോൾ ക്യാപ് ഓഹരികളിലുമൊക്കെയാണ് ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. എന്നാൽ ദീർഘകാലയളവിൽ ഓഹരി വിപണിയിൽ നിന്നും സമ്പത്ത് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നിക്ഷേപകർ ആവോളം ക്ഷമ പുലർത്തുകയും സ്ഥിരതയാർന്ന പ്രകടനവും ക്രമാനുഗതമായ വളർച്ചയും കാഴ്ചവെക്കുന്ന ക്വാളിറ്റിയുള്ള കമ്പനികളുടെ ഓഹരികളെയാണ് തങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതായത് മിക്ക റീറ്റെയിൽ നിക്ഷേപകരും ഹ്രസ്വകാലയളവിലെ നേട്ടത്തിന് അനാവശ്യ റിസ്കുകൾ എടുത്ത് കൈപൊള്ളിയപ്പോൾ മറുവശത്ത് ക്വാളിറ്റിയുള്ള ഓഹരികൾ ക്രമാനുഗത വളർച്ച നിശബ്ദമായി സമ്മാനിച്ചിട്ടുണ്ടെന്ന് സാരം. ഇതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളെ 10 ഓഹരികളുടെ വിശദാംശങ്ങളും അവ കഴിഞ്ഞ 5 വർഷത്തിനിടെ നിക്ഷേപകർക്ക് സമ്മാനിച്ച നേട്ടക്കണക്കുകളും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് ഏറ്റവും ഒടുവിലെ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം 2020-നും 2025-നും ഇടയിലുള്ള കാലയളവിൽ ഓഹരി ഉടമകൾക്ക് ഏറ്റവും അധികം ആസ്തി മൂല്യത്തിലുള്ള വളർച്ച സമ്മാനിച്ച 10 ലിസ്റ്റഡ് കമ്പനികളാണിത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ 10 ഓഹരികളുടെ നിക്ഷേപകർക്ക് അവരുടെ ആസ്തി മൂല്യത്തിൽ 46 ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക്, ടെക്നോളജി, ഇൻഡസ്ട്രിയൽ, FMCG എന്നിങ്ങനെ വിവിധ വ്യവസായ മേഖലയിൽ നിന്നുള്ള ഓഹരികളാണിവ. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നിക്ഷേപകർക്ക് ഏറ്റവും അധികം ആസ്തി മൂല്യം വർദ്ധിപ്പിച്ച ആ 10 ഓഹരികളുടെ വിശദാംശങ്ങളും എന്താണ് ഈ നേട്ടക്കണക്കിൻ്റെ പ്രത്യേകതയെന്നും റീറ്റെയിൽ നിക്ഷേപകർ ഈ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ഭാരതി എയർടെൽ ആഗോളതലത്തിൽ തന്നെ മുൻനിരയിൽ സ്ഥാനമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളുടെ ഭാരതി എയർടെൽ ലിമിറ്റഡ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ടെലികോം കമ്പനിയാണിത്. ഏഷ്യയിലും ആഫ്രിക്കയിലുമായി 18 രാജ്യങ്ങളിൽ ഭാരതി എയർടെലിന് പ്രവർത്തന സാന്നിധ്യമുണ്ട്. അതേസമയം കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂല്യത്തിൽ ഏറ്റവും അധികം വർധന കരസ്ഥമാക്കിയ ഓഹരിയാണ് ഭാരതി എയർടെലിൻ്റേത്. 2020-ൽ 2.4 ലക്ഷം കോടി രൂപയായിരുന്ന കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ 12.5 ലക്ഷം കോടി രൂപയിലേക്ക് വളർന്നു. അതായത് കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ ഭാരതി എയർടെൽ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ 10 ലക്ഷം കോടി രൂപയുടെ വർധന ഉണ്ടായെന്ന് സാരം. ഇതേ കാലയളവിൽ ഈ ടെലികോം ഓഹരിയുടെ വിപണി വിലയിൽ 320% വർധനയാണ് കുറിച്ചത്. വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ 282 രൂപയിലായിരുന്നു ഭാരതി എയർടെൽ ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത്. ICICI ബാങ്ക് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ വലിയ ബാങ്കിംഗ് സ്ഥാപനമാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. എല്ലാവിധ സാമ്പത്തിക സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിപണി മൂല്യം ഉയർന്ന കണക്കിൽ രണ്ടാമതെത്തിയിട്ടുള്ള ICICI ബാങ്ക് ആകുന്നു. 2020-ൽ 2.1 ലക്ഷം കോടി രൂപയായിരുന്ന ബാങ്കിൻ്റെ വിപണി മൂല്യം 2025 ഡിസംബറിൽ 9.5 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ICICI ബാങ്കിൻ്റെ വിപണി മൂല്യത്തിൽ 7.4 ലക്ഷം കോടി രൂപയുടെ വളർച്ചയുണ്ടായെന്ന് സാരം. ഇതേ കാലയളവിൽ ഈ പ്രൈവറ്റ് ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ 165% കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച 1366 രൂപയിലായിരുന്നു ICICI ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. SBI രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ ബാങ്ക് ഫോർച്യൂൺ 500 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ഇന്ത്യൻ കമ്പനികളിൽ ഒന്നുകൂടിയാകുന്നു. 200 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള SBI ആണ് രാജ്യത്തെ മൊത്തം ബാങ്ക് നിക്ഷേപത്തിലും വായ്പയിൽ 25% വിപണി വിഹിതം കൈയാളുന്നത്. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിപണി മൂല്യം ഉയർന്ന കണക്കിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2020-ൽ 1.7 ലക്ഷം കോടി രൂപയായിരുന്ന SBIയുടെ വിപണി മൂല്യം ഇപ്പോൾ 8.9 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ SBIയുടെ വിപണി മൂല്യത്തിൽ 7.2 ലക്ഷം കോടി രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ഇതേ കാലയളവിൽ ഈ പൊതുമേഖലാ ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ 253% മുന്നേറ്റമാണ് കുറിച്ചത്. വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ 962 രൂപയിലായിരുന്നു SBI ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത്. ബജാജ് ഫിനാൻസ് ഇന്ത്യയിലെ വൻകിട നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലൊന്നാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. റീറ്റെയിൽ, SME, കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്ന വായ്പകളിൽ ഈ ബജാജ് ഗ്രൂപ്പ് കമ്പനിക്ക് ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിപണി മൂല്യം ഉയർന്ന കണക്കിൽ 4-ാമത് എത്തിയിട്ടുള്ളത് ബജാജ് ഫിനാൻസ് ആകുന്നു. 2020-ൽ 1.3 ലക്ഷം കോടി രൂപയായിരുന്ന ബജാജ് ഗ്രൂപ്പ് കമ്പനിയുടെ വിപണി മൂല്യം 2025 ഡിസംബറിൽ 6.3 ലക്ഷം കോടി രൂപയെ വർദ്ധിച്ചു. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ബജാജ് ഫിനാൻസിൻ്റെ വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ഇതേ കാലയളവിൽ ഈ NBFC അവരുടെ വിപണി വിലയിൽ 110% കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച 1016 രൂപയിലായിരുന്നു ബജാജ് ഫിനാൻസ് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. മറ്റ് 6 ഓഹരികൾ 2020-നും 2025-നും ഇടയിലുള്ള 5 വർഷ കാലയളവിനിടെ കമ്പനിയുടെ വിപണി മൂല്യത്തിൻ്റെ വർധനയുടെ കണക്കിൽ ആദ്യ 10 സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന മറ്റ് 6 ഓഹരികൾ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്നുള്ള ലാർസൻ ആൻഡ് ടൂബ്രോ, ഡൈവേഴ്സിഫൈഡ് FMCG വിഭാഗത്തിൽ നിന്നുള്ള ITC ലിമിറ്റഡ്, IT സെക്ടറിൽ നിന്നുള്ള HCL ടെക്നോളജീസ്, ഫാർമ മേഖലയിൽ നിന്നുള്ള സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ സെക്ടറിൽ നിന്നുള്ള NTPC ലിമിറ്റഡ് എന്നീ ഓഹരികളാകുന്നു. ഈ ഓഹരികളുടെ വിപണി മൂല്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ലക്ഷം കോടി രൂപ മുതൽ 4.4 ലക്ഷം കോടി രൂപ വരെയുള്ള വർധനയാണ് കുറിച്ചിട്ടുള്ളത്. നിലവിൽ ഈ 6 ഓഹരികളും NSEയുടെ അടിസ്ഥാന ഓഹരി സൂചികയായ നിഫ്റ്റി 50യുടെ ഭാഗമാകുന്നു. നിക്ഷേപകർ എന്ത് മനസ്സിലാക്കണം?
ഓഹരി വിപണിയിൽ നിന്നും സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ ഹ്രസ്വകാലയളവിൽ ഉയർന്ന ആദായം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ക്രമാനുഗതമായും സ്ഥിരതയാർന്ന നിലയിലും വളർച്ചയാകാവുന്ന അടിസ്ഥാനപരമായി ശക്തമായ ഓഹരികളെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് മേൽ സൂചിപ്പിച്ച 10 ഓഹരികളുടെയും കഴിഞ്ഞ 5 വർഷ കാലയളവിലെ മികച്ച പ്രകടനം അടിവരയിടുന്നത്. അതായത് ക്വാളിറ്റിയുള്ള ഓഹരികളെ കണ്ടെത്തി വിപണിയുടെ ചാക്രിക ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ നേട്ടവും പിന്നാലെ എത്തുമെന്ന് സാരം. കമ്പനി പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിൽ ഉയർന്ന വിപണി വിഹിതവും നേതൃസ്ഥാനവും, ഭാവിയിൽ വരുമാനം ഉറപ്പാക്കാനുള്ള കഴിവ്, ശുദ്ധമായ ബാലൻസ് ഷീറ്റ്, വിപണിയിലെ മത്സരത്തിൽ കമ്പനിക്കുള്ള മുൻതൂക്കം, ശക്തവും സുതാര്യമായ മാനേജ്മെൻറ്റ് എന്നിവയാണ് ക്വാളിറ്റിയുള്ള ഒരു ഓഹരിയുടെ പ്രധാന ലക്ഷണങ്ങൾ. അതുപോലെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വിവിധ സെക്ടറുകളിൽ നിന്നുള്ള മികച്ച ഓഹരികൾ ഉൾപ്പെടുത്തിയുള്ള പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണം എന്നതും ദീർഘകാല നിക്ഷേപത്തിലെ വിജയത്തിന് പ്രധാനമാണെന്ന് ഓർക്കുക. മേൽ സൂചിപ്പിച്ച പേരും നിക്ഷേപ സംബന്ധമായ ഏതെങ്കിലും തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ അല്ല, നിക്ഷേപകരുടെ അറിവിലേക്ക് പഠനാവശ്യത്വം പങ്കുവച്ചെന്ന് മാത്രം. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയുമായി ബന്ധപ്പെട്ട വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും മാർഗ്ഗനിർദ്ദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഈ ടീമിലുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.